വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് പഠിക്കണേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം പഠിച്ചു തീർത്തു. ഏകദേശം പകുതിയോളം സ്ഥലങ്ങളെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇത് രണ്ടാമത്തെ ഭാഗമാണ്. ഈ ഭാഗത്തോടു കൂടി ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് നമ്മൾ പഠിച്ചു കഴിയും. 2004 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശം വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യാതെ കേൾക്കുക. അതിനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിന്റെ ലിങ്ക് ഇടാം. അപ്പൊ അതും കൂടി കേട്ടിട്ട് വേണം ഈ ക്ലാസ് കേൾക്കാൻ. എന്നാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ. അപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് എഴുതിക്കൊണ്ട് ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾ തമിഴ്നാട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ 1987 മോണ്യുമെന്റ്സ് പറഞ്ഞപ്പോൾ അതിൽ ഈ ചോള ടെമ്പിൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഞാൻ ആദ്യം പറയാണ്. അപ്പൊ 1987 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടെമ്പിൾ ആണ് ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾ തമിഴ്നാട്. അപ്പൊ ചോളന്മാരുടെ ഒരു ടെമ്പിൾ ആണ്, തമിഴ്നാട്ടിലാണ് അത് കാണപ്പെടുന്നത്. അപ്പൊ ചോളന്മാര്, ചേരന്മാര്, പാണ്ഡ്യന്മാര്, പല്ലവന്മാര് ഇവരൊക്കെ സൗത്ത് ഇന്ത്യയിൽ പ്രസിദ്ധമായിട്ടുള്ള രാജവംശം നമ്മൾ ഏൻഷ്യൻ ഇന്ത്യ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ചോളന്മാർ. അപ്പൊ ചോളന്മാരുടെ ഒരു ടെമ്പിൾ ആണ് ഇത് ചോളന്മാരുടെ വാസ്തുവിദ്യ അല്ലെങ്കിൽ അതുപോലെ തന്നെ അവരുടെ ചിത്രകല അതിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ഗ്രേറ്റ് ലിവിംഗ് ചോള ടെമ്പിൾ കാണപ്പെടുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്? ചോളന്മാരുടെ വാസ്തുവിദ്യയും ചിത്രകലയും ഒക്കെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി 1999 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ. അപ്പൊ മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ മൗണ്ടൻ റെയിൽവേസ് ഏതിൽ പെടുകയാണ്? യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെടുകയാണ്. നോക്കൂ, ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ, ഈ 3 മൗണ്ടൻ റെയിൽവേസ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് 99 ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ മാത്രമേ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. 2005 നീലഗിരി മൗണ്ടൻ റെയിൽവേ, 2008 കൽക്ക ഷിംല മൗണ്ടൻ റെയിൽവേ വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ എല്ലാത്തിനെയും ഒരു ഹെഡിലായിട്ടാണ് പെടുത്തിയേക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ 99 മൗണ്ടൻ റെയിൽവേസ് ഓഫ് ഇന്ത്യ അങ്ങനെയാണ് പഠിക്കുക. പക്ഷെ മനസ്സിലാക്കേണ്ടത് 99 വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ മാത്രമാണ് വന്നിട്ടുള്ളൂ. അടുത്തത് തമിഴ്നാട്ടിലെ നീലഗിരി മൗണ്ടൻ റെയിൽവേ ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്ന് 2005 ഹിമാചൽ പ്രദേശിലെ കൽക്ക ഷിംല മൗണ്ടൻ റെയിൽവേ ഉൾപ്പെട്ടിട്ടുള്ള വർഷം 2008 കേട്ടോ. അത് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് വൺ 2002 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്ന മഹാബോധി ക്ഷേത്രം. എവിടെയാണ് മഹാബോധി ക്ഷേത്രം? ബീഹാറിലെ ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹാബോധി ക്ഷേത്രം കാണപ്പെടുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ബുദ്ധന് എൻലൈറ്റ്മെന്റ് ലഭിച്ചത്, അതായത് എന്താ പറയാ, ബോധോദയം ലഭിച്ചത് എവിടെ നിന്നാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബീഹാറിലെ ബോധ്ഗയയിൽ നിന്നാണ് നമ്മൾ പറയാറുണ്ട്. അപ്പൊ അവിടെയാണ് മഹാബോധി ക്ഷേത്രം കാണപ്പെടുന്നത് കേട്ടോ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. ഇനി നെക്സ്റ്റ് വൺ 2003 ഇടം നേടിയ ബിംബേത്ക ഗുഹ. 2003 യുനെസ്കോ ലിസ്റ്റിൽപ്പെട്ട ബിംബേത്ക ഗുഹ. എവിടെയാണ് ബിംബേത്ക ഗുഹ? മധ്യപ്രദേശിലാണ് ബിംബേത്ക ഗുഹ കേട്ടോ. ഈ മധ്യപ്രദേശിലെ ഇങ്ങനെ മധ്യപ്രദേശിലെ ഒരു ഗുഹയുണ്ട് എന്ന് കണ്ടെത്തിയത് ആരാ കണ്ടെത്തിയെന്ന് നമ്മളോട് ചോദിക്കുക വെച്ചാൽ വക്കനാക്കർ എന്ന് പറയുന്ന വ്യക്തിയാണ് അത് കണ്ടെത്തിയത്. വക്കനാക്കർ ഗുഹ കണ്ടെത്തിയ ആള്, ബിംബേത്ക ഗുഹ കണ്ടെത്തിയ ആള് വക്കനാക്കർ. ആരാണ്? വക്കനാക്കർ. നെക്സ്റ്റ് 2004 ചമ്പനീർ പവാഗർ. എന്താണ് ചമ്പനീർ പവാഗർ? അത് എവിടെയാണത്? ഗുജറാത്തിലാണ്. എന്താ ഇതിന്റെ പ്രത്യേകത? ഇത് ഒരു ആർക്കിയോളജിക്കൽ പാർക്കാണ്. ചമ്പനീർ പവാഗർ എന്ന് പറയുന്നത് ഗുജറാത്തിൽ കാണപ്പെടുന്ന ഒരു ആർക്കിയോളജിക്കൽ പാർക്കാണ്. ഇനി അതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. അത് 11 മോണ്യുമെന്റ്സ് കൂടിയിട്ടുള്ളതാണ്. എല്ലാ മോണ്യുമെന്റ്സും നമ്മൾ പഠിക്കൊന്നും വേണ്ട. ചമ്പനീർ പവാഗർ എന്ന് പഠിച്ചാൽ മതി. ഗുജറാത്തിലാണെന്ന് മനസ്സിലാക്കാം. ഇതൊരു ആർക്കിയോളജിക്കൽ പാർക്കാണെന്നും അത് 11 മോണ്യുമെന്റ്സ് കൂടിയിട്ടുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് വൺ 2004 തന്നെ ഇടം നേടിയ ഛത്രപതി ശിവജി ടെർമിനസ്. എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്? സെൻട്രൽ റെയിൽവേയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഛത്രപതി ശിവജി ടെർമിനസ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ആദ്യത്തെ പേര് വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. എന്തായിരുന്നു? വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു. ഇനിയോ മഹാരാഷ്ട്രയിലെ മുംബൈയിലാണിത് കാണപ്പെടുന്നത്. ആദ്യത്തെ പേരെന്താണ്? വിക്ടോറിയ ടെർമിനസ് എന്നാണ്. നെക്സ്റ്റ് വൺ 2007
ഇടം നേടിയ ചെങ്കോട്ട. 2007 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ ചെങ്കോട്ട ഡൽഹിയിലാണ്. ഇത് ആര് പണിതു? ഷാജഹാൻ. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ പണിതതാണ് ഇത് ചെങ്കോട്ട ട്ടോ. ഇനി നെക്സ്റ്റ് വൺ 2010 ഇടം നേടിയ ജന്തർ മന്ദിർ. 2010 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ വന്ന ജന്തർ മന്ദിർ. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് എന്ത് കാണപ്പെടുന്നത്? ജന്തർ മന്ദിർ കാണപ്പെടുന്നത്. അപ്പൊ രാജസ്ഥാനിലെ ജയ്പൂരിലുള്ള ജന്തർ മന്ദിർ ആണ് 2010 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടത്. മഹാരാജ ജയ്സിംഗ് രണ്ടാമനാണ് ഈ ജന്തർ മന്ദിർ പണി കഴിപ്പിച്ചത്. ഇതൊരു ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ്. എന്താണിത്? ഒരു ആസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ്. നെക്സ്റ്റ് വൺ 2012 വെസ്റ്റേൺ ഘാട്ട് ആണ് കേട്ടോ. ഏതാണ്? വെസ്റ്റേൺ ഘാട്ട് ആണ്. അതുപോലെ തന്നെ 2013 ഹിൽ ഫോർട്ട് ആണ്. എവിടുത്തെ ഹിൽ ഫോർട്ട് ആണ്? രാജസ്ഥാനിലെ ഹിൽ ഫോർട്ട് ആണ്. എവിടത്തെയാണ്? രാജസ്ഥാനിലെ ഹിൽ ഫോർട്ട് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത സൈറ്റുകൾ പഠിക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ 2014 വന്നതാണ് റാണി കി വാവ്. 2014 ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് റാണി കി വാവ്. എവിടെയാണത്? ഗുജറാത്തിലാണ് കേട്ടോ. അപ്പൊ റാണി കി വാവ് ഗുജറാത്തിലാണ്. ഈ സോളങ്കി വംശം എന്ന് പറയുന്ന ഒരു വംശം ഇന്ത്യ ഭരിച്ചിരുന്നു എന്ന് നമ്മൾ പഠിക്കും. അതായത് ഏൻഷ്യന്റ് ഇന്ത്യ പഠിക്കും. അപ്പൊ ആ സോളങ്കി വംശത്തിലെ ഒരു റാണിയായ ഉദയമതിയാണ് എന്ത് പണിതത്? റാണി കി വാവ് നിർമ്മിച്ചത് കേട്ടോ. അപ്പൊ സോളങ്കി വംശത്തിലെ റാണി ഉദയമതി ഭരിക്കുമ്പോഴാണ് റാണി കി വാവ് എവിടെ പണിതത്? ഗുജറാത്തിൽ പണിതത്. നെക്സ്റ്റ് വൺ 2014 ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്. അത് എവിടെയാണെന്ന് മാത്രം പഠിച്ചാൽ മതി. ഹിമാചൽ പ്രദേശിലാണ്. 2014 ഉൾപ്പെട്ടിട്ടുള്ള ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശ്. 2016 ഉൾപ്പെട്ട നളന്ദ. 2016 ഉൾപ്പെട്ട നളന്ദ എവിടെയാണ്? എപ്പോഴും എല്ലാ പരീക്ഷകൾക്കും ഒക്കെ ചോദിക്കാറുള്ളതാണ് നളന്ദ എവിടെയാണ്? ബീഹാറിലാണ് നളന്ദ അല്ലെ. നളന്ദ യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ഈ നളന്ദ യൂണിവേഴ്സിറ്റി ആരാ നിർമ്മിച്ചത്? ആരാ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർമ്മിച്ചതാരാണ്? കുമാരഗുപ്തൻ. നളന്ദ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് കുമാരഗുപ്തനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നമ്മുടെ ഏൻഷ്യൻ ഇന്ത്യയിലെ. ഓക്കെ, നെക്സ്റ്റ് 2016 ഇടം നേടിയ കാഞ്ചൻജംഗ. സിക്കിമിലെ കാഞ്ചൻജംഗ 2016 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുകയുണ്ടായി. ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെങ്കിൽ ഇപ്പോൾ RRB പരീക്ഷകൾക്കൊക്കെ മിക്കപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ SSC ആയിക്കോട്ടെ, കേരള PSC ആയിക്കോട്ടെ, ഈ കാഞ്ചൻജംഗ എവിടെയാണെന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചോദിക്കേണ്ടത്. അതിനൊരു കാരണമുണ്ട്. എന്താ അറിയോ നിങ്ങൾക്ക്? ഇന്ത്യയിലെ ഏക മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആണ്. ഇന്ത്യയിലെ ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ്? കാഞ്ചൻജംഗയാണ്. എന്താണ് മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഇത് കൾച്ചറൽ സൈറ്റുമാണ്, അറ്റ് ദ സെയിം ടൈം എന്തുമാണ്? നാച്ചുറൽ സൈറ്റുമാണ്. അപ്പൊ കൾച്ചറലും ആണ് നാച്ചുറലും ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ എന്ത് മിക്സഡ് വേൾഡ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കാഞ്ചൻജംഗയാണ്. അത് സിക്കിമിലാണ്. നെക്സ്റ്റ് വൺ 2016 ഉൾപ്പെട്ട ക്യാപിറ്റൽ കോംപ്ലക്സ് എവിടെയാണ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ശില്പിയെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചണ്ഡീഗഡിലാണ് ക്യാപിറ്റൽ കോംപ്ലക്സ്. അതിന്റെ ശില്പി ആരാണ്? ലേ കുബേർസിയർ എന്ന് പറയുന്ന ആളാണ്. ആരാണ്? ലേ കുബേർസിയർ. അദ്ദേഹം തന്നെയാണ് ചണ്ഡീഗഡിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ലേ കുബേർസിയർ തന്നെയാണ് കേട്ടോ. ഇനി 2017 ഉൾപ്പെട്ട ഹിസ്റ്റോറിക് സിറ്റി എവിടത്തെ? അഹമ്മദാബാദിൽ. അപ്പൊ 2017 അഹമ്മദാബാദിലെ ഹിസ്റ്റോറിക് സിറ്റിയും ഉൾപ്പെട്ടു. ഈ ഹിസ്റ്റോറിക് സിറ്റി ഏത് നദീതീരത്താന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? അഹമ്മദാബാദ് ഏത് നദീതീരത്താണ്? സബർമതി നദീതീരത്താണ്. ഏത് നദീതീരത്താണ്? സബർമതി നദീതീരത്താണ്. നെക്സ്റ്റ് വൺ നോക്കൂ. 2018 ഉൾപ്പെട്ട വിക്ടോറിയൻ ഗോത്തിക് ആൻഡ് ആർട്ട് ഡെക്കോ എൻസെമ്പിൾസ്. എന്താണ്? വിക്ടോറിയൻ ഗോത്തിക് ആൻഡ് ആർട്ട് ഡെക്കോ എൻസെമ്പിൾസ്. എന്താ ഈ സംഭവം? ഇത് 96 മോണ്യുമെന്റ്സിന്റെ കൂട്ടമാണ്. അപ്പൊ 96 മോണ്യുമെന്റ്സ് ഉണ്ട് അതില്. അപ്പൊ 96 മോണ്യുമെന്റ്സ് കൂടി ചേർന്നതാണ്. ഇത് കാണപ്പെടുന്നത് എവിടെയാണ്? മുംബൈയിലാണ് കേട്ടോ. എവിടെ കാണപ്പെടുന്നു? മുംബൈയിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ 2019 ഇടം നേടിയ ദ പിങ്ക് സിറ്റി ഏതാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ജയ്പൂർ ആണ്. അപ്പൊ പിങ്ക് സിറ്റി എവിടെയാണ്? ജയ്പൂർ ആണ് കേട്ടോ. ഇനി 2021 ഹെറിറ്റേജ് ലിസ്റ്റിൽപ്പെട്ട കാകതീയ രുദ്രേശ്വര ടെമ്പിൾ. എന്താണ്?
കാകതീയ രുദ്രേശ്വര ടെമ്പിൾ. ഈ കാകതീയ രുദ്രേശ്വര ടെമ്പിൾ എന്ന് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. രാമപ്പ ടെമ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? തെലങ്കാനയിലെ രാമപ്പ ടെമ്പിൾ. അപ്പൊ കാകതീയ രുദ്രേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞാലും രാമപ്പ ടെമ്പിൾ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. 2021 തെലങ്കാനയിലുള്ള രാമപ്പ ടെമ്പിളും ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടു. നെക്സ്റ്റ് 2021 ധോളവീര, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിന്ധു നദീതട സംസ്കാരവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ്. ഇതൊരു ഹാരപ്പൻ സൈറ്റ് ആണ് ധോളവീര. ധോളവീര എവിടെയാണ്? ഗുജറാത്തിലാണ്. ധോളവീര എവിടെയാണ്? ഗുജറാത്തിലാണ്. നെക്സ്റ്റ് 2023 ഇടം നേടിയ ശാന്തി നികേതൻ എവിടെയാണ്? ശാന്തി നികേതൻ അത് ചോദിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിലാണ് ശാന്തി നികേതൻ. അവിടെയാണ് വിശ്വഭാരതി സർവകലാശാല കാണപ്പെടുന്നത്. എന്താണ് വിശ്വഭാരതി സർവകലാശാല? ആരാണ് സ്ഥാപിച്ചത്? രവീന്ദ്രനാഥ ടാഗോർ ആണ് സ്ഥാപിച്ചത്. ആര് സ്ഥാപിച്ചു? രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. അപ്പൊ ഇത്ര, ഇനി 2 സൈറ്റും കൂടെ നമുക്ക് പഠിക്കാണ്ട്. ആ 2 സൈറ്റും കൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നോക്കൂ. ഇനി നമുക്ക് 2 സൈറ്റും കൂടി കേട്ടോ പഠിക്കാനുള്ളത്. 2023 ഇടം നേടിയ ഹൊയ്സാല ടെമ്പിൾസ് ആണ്. ഹൊയ്സാല ടെമ്പിൾസ് കർണാടകയിലാണ്. ഹൊയ്സാല ടെമ്പിൾസ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അമ്പലങ്ങളുണ്ട്, 3 അമ്പലങ്ങളാണ്. ബേലൂര്, ഹാലേബിഡ്, സോമനാഥപുര. ബേലൂര്, ഹാലേബിഡ്, സോമനാഥപുര, ഈ 3 സ്ഥലങ്ങളിലുള്ള 3 ക്ഷേത്രങ്ങൾ ഹൊയ്സാല ടെമ്പിൾസ് കർണാടകയിലുള്ളത് 2023 യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പെട്ടു. ഇനി 2024 മോയിഡംസ് ആണ് പെട്ടത്. അത് ആസാമിലുള്ളതാണ്. അപ്പൊ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ 2024 ഇടം നേടിയത് ഏതാണ്? മോയിഡംസ്. എന്താണ് മോയിഡംസ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആസാമില് അല്ലെങ്കിൽ എന്താ പറയാ, ഇന്ത്യയുടെ ആസാം ഭാഗത്ത് നമ്മുടെ അഹോം എന്ന് പറയുന്ന ഒരു രാജവംശം പണ്ട് കാലത്ത് ഭരണം നടത്തിയിരുന്നു. അഹോം രാജവംശത്തിന് അവരുടെ മൗണ്ട് ബൊറിയൽ സിസ്റ്റംസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ മോയിഡംസ് എന്നുള്ള രീതിയിൽ കാണപ്പെടുന്നത് അവരുടെ മൗണ്ട് ബൊറിയൽ സിസ്റ്റം ആണ്. ഇനി നോക്കൂ, എന്താ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്താ ഇപ്പൊ മൗണ്ട് ബൊറിയൽ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ രാജവംശത്തിലുള്ള ആൾക്കാരില്ലേ, അവര് മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കാണപ്പെടുന്ന സ്ഥലമാണ്. അപ്പൊ രാജവംശജരുടെ മാത്രമല്ല, അവിടെ മൃഗങ്ങളുടെയും അങ്ങനെയൊക്കെയുള്ള ഭൗതിക അവശിഷ്ടങ്ങൾ കാണപ്പെടുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയാൻ ഈജിപ്തിലെ പിരമിഡുകളൊക്കെ ഇല്ലേ, അപ്പൊ ഈജിപ്തിലെ പിരമിഡ് പോലൊക്കെ തന്നെയാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോയിഡംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കാണപ്പെടുന്നത് ആസാമിലെ പട്കായ് പർവ്വതനിരയുടെ താഴ്വരകളിലായിട്ടാണ് കാണപ്പെടുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഇടം നേടിയ സൈറ്റുകളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 2023 24 നമ്മൾ പഠിക്കുക. കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കൂടിയാണ്. അപ്പോൾ മോയിഡംസ് ആണ്, ആസാമിലാണ്. ഇത് അഹോം രാജവംശജരുടെ മൗണ്ട് ബൊറിയൽ സിസ്റ്റം ആണ്. പട്കായ് പർവ്വതനിരയുടെ താഴ്വരയിൽ കാണപ്പെടുന്നു. ഈജിപ്തിലെ പിരമിഡുകളെ പോലെ തന്നെ അഹോം രാജവംശത്തിലുള്ള ഭരണാധികാരികളുടെ ഭൗതിക അവശിഷ്ടങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ 2 ക്ലാസ്സുകളായിട്ടാണ് യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ ക്ലാസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം. അപ്പൊ അത് നമ്മൾ കണ്ടു നോക്കാം. അപ്പൊ അതിന്റെ 2ാമത്തെ ക്ലാസ്സും കൂടെ കാണാം. അപ്പോൾ യുനെസ്കോ ഹെറിറ്റേജ് ലിസ്റ്റ് അതോടുകൂടി കംപ്ലീറ്റഡ് ആവാണ്. ഭംഗിയായിട്ട് പഠിക്കുക, ഓരോ പോയിന്റുകളും നോക്കുക, ഓരോ സൈറ്റിന്റെയും ഇമ്പോർട്ടൻസ് നോക്കി മനസ്സിലാക്കിയത് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. എൻ്റെ ക്ലാസ് കൃത്യമായി ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭംഗിയായിട്ട് മനസ്സിലാവുന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. കൂടാതെ ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.